بسم الله الرحمن الرحيم. حول المبتدأ في كل من الجمل الآتية إلى جمع. താഴെ കാണുന്ന എല്ലാ മുബ്തദയിനെയും ജമഅ ആക്കാനാണ്. ആദ്യത്തെ ചോദ്യം അത്താലിബു യദ്ഖുലു അൽ ഫസ്ല. അപ്പോൾ ഇവിടെ മുബ്തദ എന്ന് പറയുന്നത് അത്താലിബാണ്. അപ്പോൾ അത്താലിബിനെ നമ്മൾ ജമഅാക്കുന്നു. അത്താലിബ് എന്നുള്ളത് അത്തുല്ലാബു. അപ്പോൾ ഒരു മുബ്തദ ജമഅാക്കുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഖബറും അതിനെ പറ്റിയുള്ള ഫിഅലും എല്ലാം അതിൻ്റെ കൂടെ ജമഅാവും. അപ്പോൾ അത്തുല്ലാബു യദ്ഖുലു എന്നുള്ളത് യദ്ഖുലൂന എന്നാവും. അത്തുല്ലാബു യദ്ഖുലൂന അൽ ഫസ്ല അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത്താലിബ് യദ്ഖുലുൽ ഫസ്ല എന്ന വിദ്യാർത്ഥി ക്ലാസ് മുറിയിൽ പ്രവേശിക്കുന്നു. അതിൻ്റെ ജമഅ അത്തുല്ലാബു യദ്ഖുലൂന അൽ ഫസ്ല, വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ പ്രവേശിക്കുന്നു. രണ്ടാമത്തെ അർറജുലു യഅകുലുൽ അറുസ. അർറജുലു യഅകുലു അൽ അറുസ, ഒരു മനുഷ്യൻ ചോറ് കഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ ജമഅ അർറിജാലു യഅകുലൂനൽ അറുസ. الرجال يأكلون الأرز. العامل يعمل في المصنع 8 ساعات. العامل يعمل في المصنع 8 ساعات. العامل എന്ന് പറഞ്ഞാൽ ഒരു വർക്കർ. يعمل في المصنع, അയാൾ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നു. 8 ساعات, 8 മണിക്കൂർ. അപ്പോൾ ആമിൽ ജമഅ അൽ ഉമ്മാൽ. അൽ ഉമ്മാലു يعملون في المصنع 8 ساعات. നാലാമത്തത് അത്താജിറു യഫ്തഹു الدكان في الساعة 8. അത്താജിർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ. യഫ്തഹു الدكان, കട തുറക്കുന്നു. في الساعة 8, 8 മണിക്ക്. അപ്പോൾ അതിന് ജമഅ അത്തുജാറു يفتحون الدكان في الساعة 8. الطبيب يذهب الآن إلى المستشفى. ഡോക്ടർ ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് ആശുപത്രിയിലോട്ട് പോകുന്നു. അപ്പോൾ ജമഅ തബീബ് അൽ അത്തിബ്ബാഉ. അൽ അത്തിബ്ബാഉ യദ്ഹബൂന الآن إلى المستشفى. أختي تبحث عن المكنسة. എൻ്റെ സഹോദരി ചൂലിനെ തിരയുകയാണ്. അൽ അഖവാതി എന്ന് പറയും. അഖവാതി തബ്ഹഥു എന്നുള്ളത് യബ്ഹത്ന എന്നാവും. നൂൻ നിസ്വ ചേർക്കും. യബ്ഹത്ന അനിൽ മിക്നസതി. المدرسة تدخل الفصل في الساعة 8. المدرسة ടീച്ചർ تدخل الفصل, ക്ലാസ് മുറിയിൽ പ്രവേശിക്കുന്നു. في الساعة 8, 8 മണിക്ക്. അപ്പോൾ المدرسات ഇത് മുഅന്നസാണ്. അപ്പോൾ المدرسات يدخلن, ഇവിടെ പറഞ്ഞ യബ്ഹത്ന പോലെ يدخلن الفصل في الساعة 8. എട്ടാമത്തത് الطالبة تكتب الدرس. വിദ്യാർത്ഥിനി പാഠം എഴുതുകയാണ്. അപ്പോൾ ജമഅ الطالبات يكتبن الدرس. زميلة أختي تعرف اللغة الفرنسية. എൻ്റെ സഹോദരിയുടെ സഹപാഠിനിക്ക് ഫ്രഞ്ച് ഭാഷ അറിയും. അപ്പോൾ അതിന് മുഅന്നസ് زميلات أختي يعرفن اللغة الفرنسية. പത്താമത്തെ ബിന്തു അമ്മി തദ്റുസു ഫിൽ മദ്രസത്തി الثانوية. എൻ്റെ അമ്മാവൻ്റെ മകൾ അൽ മദ്രസ സാനവിയ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ബനാത്തു അമ്മി യദ്റുസ്ന ഫിൽ മദ്രസത്തി അസ്സാനവിയ. ഏഴാമത്തത് അന്നിസിൽ ഫാഇല ഫി കുല്ലി മിനൽ ജുമലിൽ ആതിയ. ഇനി ഫാഇലിനെ മുഅന്നസാക്കാനാണ്. ഇവിടെ ഒരു മിസാൽ കൊടുത്തിട്ടുണ്ട്, ഉദാഹരണം. ഐന യദ്റുസു അഖൂക യാ അലിയു. നിന്റെ സഹോദരൻ എവിടെയാണ് പഠിക്കുന്നത് ഓ അലി. അപ്പോൾ മുഅന്നസ് ഐന തദ്റുസു ഉഖ്തുക യാ അലിയു. രണ്ടാമത്തെ യഷ്റബു അബി അൽ ഖഹ്വത. അപ്പോൾ ഇവിടെ അബി എന്നുള്ളത് ഉമ്മി ആക്കണം. അപ്പം യഷ്റബു എന്താവും? തഷ്റബു. തഷ്റബു ഉമ്മി അൽ ഖഹ്വത. എൻ്റെ ഉപ്പ കാപ്പി കുടിക്കുന്നു, എൻ്റെ ഉമ്മ കാപ്പി കുടിക്കുന്നു. യലഅബു തിഫ്ലു മഅ ഉഖ്തിഹി. തിഫ്ല് കുട്ടി, ആൺകുട്ടി, ചെറിയ കുട്ടി അവൻ്റെ സഹോദരിയുടെ കൂടെ കളിക്കുന്നു. അപ്പോൾ തിഫ്ല് എന്നുള്ളത് തിഫ്ല എന്നാക്കണം, പെൺകുട്ടിയാക്കണം. അപ്പം തലഅബു തിഫ്ലതു മഅ ഉഖ്തിഹ എന്നാവും. ഉഖ്തിഹി എന്നുള്ളത് ഉഖ്തിഹ എന്നാവും. യദ്ഹബു അത്താലിബു ഇലൽ മദ്രസത്തി. വിദ്യാർത്ഥി സ്കൂളിലോട്ട് പോകുന്നു. അപ്പോൾ മുഅന്നസാക്കുമ്പോൾ തദ്ഹബു താലിബതു ഇലൽ മദ്രസത്തി. യദ്ഹബു എന്നുള്ളത് തദ്ഹബു ആവും. താലിബു എന്നുള്ളത് താലിബതു. ഐന യജ്ലിസുൽ മുദർരിസു. എവിടെയാണ് അധ്യാപകൻ ഇരിക്കുന്നത്? ഐന തജ്ലിസു അൽ മുദർരിസതു എന്നാവും. എട്ടാമത്തത് തഅമ്മൽ മാ യലി. താഴെയുള്ളത് ശ്രദ്ധിക്കാറാണ്. തദ്ഹബു എന്നുള്ളത്
ഈ ഒരു ഫിഅൽ തദ്ഹബു എന്നത് രണ്ട് അർത്ഥം വരാം. അൻത തദ്ഹബു എന്നാവാം, ഹിയ തദ്ഹബു എന്നാവാം. അത് അതിൻ്റെ സിയാക്കിൽ നിന്ന് മനസ്സിലാവും, അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന്. ഒമ്പതാമത്തത് ഹൗലുൽ ഫിഅല ഫി കുല്ലി മിനൽ ജുമലിൽ ആതിയത്തി ഇല മുദാരി. താഴെയുള്ള ഫിഅൽ മുദാരിയിലോട്ടാക്കാനാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അന ദഹബ്തു ഇല സൂഖി, അന അദ്ഹബു ഇല സൂഖി. ഞാൻ സൂഖിലോട്ട് പോയി, ഞാൻ സൂഖിലോട്ട് പോകുന്നു. ദഹബ്തു എന്നുള്ളത് അദ്ഹബു. അപ്പോൾ ഫിഅൽ മാദി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഫിഅൽ മാദീനെ അന എന്നുള്ള ദമീറിൽ ആവുകയാണെങ്കിൽ തു എന്നാണ് അവസാനം വരിക. പക്ഷേ മുദാരിയിൽ ഹംസ ആദ്യം വരും, ആ തു അവസാനം ഉണ്ടാവില്ല. അന അദ്ഹബു. രണ്ടാമത്തെ ഗസലൽ വലദു വജ്ഹഹു ബിസ്സാബൂനി. കുട്ടി അവൻ്റെ മുഖം സോപ്പ് കൊണ്ട് കഴുകി. ഇനി ഇതിൻ്റെ മുദാരി യഗ്സിലു എന്നാണ്. യഗ്സിലുൽ വലദു വജ്ഹഹു ബിസ്സാബൂനി. കുട്ടി അവൻ്റെ മുഖം സോപ്പ് കൊണ്ട് കഴുകുന്നു. അത്തുല്ലാബു ഖറജു മിനൽ ഫസ്ലി. വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ അത്തുല്ലാബു യഖ്റുജൂന മിനൽ ഫസ്ലി. അവർ വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തു പോകുന്നു. ബി അയ്യി ജാമിഅത്തിൻ ദറസ്ത യാ ഫൈസൽ. നീ എന്ത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് ഫൈസൽ? അപ്പോൾ ബി അയ്യി ജാമിഅത്തിൻ തദ്റുസു യാ ഫൈസലു. അത്താലിബാത്തു ദഖൽനൽ ഫസ്ല. വിദ്യാർത്ഥിനികൾ ക്ലാസ് മുറിയിൽ പ്രവേശിച്ചു. അത്താലിബാത്തു യദ്ഖുൽനൽ ഫസ്ല. വിദ്യാർത്ഥിനികൾ ക്ലാസ് മുറിയിൽ പ്രവേശിക്കുന്നു. ആറാമത്തെ ലഅബത് ആമിനതു മഅ ഉഖ്തിഹ. ആമിന അവളുടെ സഹോദരൻ്റെ കൂടെ കളിച്ചു. അപ്പോൾ തൽഅബു ആമിനതു മഅ ഉഖ്തിഹ. ആമിന അവളുടെ സഹോദരിയുടെ കൂടെ കളിക്കുന്നു. കതബൽ മുദർരിസു ദർസ അല സബ്ബൂറത്തി. അധ്യാപകൻ പാഠം ബോർഡിൽ എഴുതി. യക്തുബുൽ മുദർരിസു ദർസ അല സബ്ബൂറത്തി. അധ്യാപകൻ പാഠം ബോർഡിൽ എഴുതുന്നു. സഅല തുല്ലാബു അൽ മുദർരിസ അസ്ഇലതൻ കസീറതൻ. വിദ്യാർത്ഥികൾ അധ്യാപകനോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ സഅലുടെ മുദാരിയാണ് യസ്അലു. യസ്അലു തുല്ലാബുൽ മുദർരിസ അസ്ഇലതൻ കസീറതൻ. നസല റുക്കാബു മിനൽ ഹാഫില. റുക്കാബ് എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സ് ബസ്സിൽ നിന്ന് ഇറങ്ങി. യാത്രക്കാർ ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നസല അതിൻ്റെ ജമാണ് യൻസിലു റുക്കാബു മിനൽ ഹാഫില. അവർ ഇറങ്ങുന്നു. ഗസലത് ഉമ്മി അസിയാബ. എൻ്റെ ഉമ്മ വസ്ത്രങ്ങൾ കഴുകി. അപ്പോൾ തഗ്സിലു ഉമ്മി അസിയാബ. പത്താമത്തത് തഅമ്മലിൽ മിസാലൈനി സുമ്മ ഹൗലിൽ അഫ്ആല ഫിൽ ജുമലിൽ ആതിയതി ഇല അഫ്ആലി മൻഫിയ. ഈ താഴെയുള്ള സെൻറ്റൻസുകളെ മൻഫിയാക്കാനാണ്. ഇവിടെ രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മാദി, ഒന്ന് മുദാരി. കതബ അഹ്മദു ദർസ. അഹ്മദ് പാഠം എഴുതി. അത് മാദിയാണ്. അത് നഫിയാക്കുമ്പോൾ മാ ചേർക്കും. മാ കതബ അഹ്മദുൽ അദ്ദർസ. അഹ്മദ് പാഠം എഴുതിയിട്ടില്ല. ഇനി മുദാരി യക്തുബു അഹ്മദു ദർസ. അഹ്മദ് പാഠം എഴുതുന്നു. അതിൻ്റെ മുദാരിയ ലാ യക്തുബു അഹ്മദു ദർസ. അഹ്മദ് പാഠം എഴുതുന്നില്ല. ഇനി അന അഷ്റബു ഷായ. ഞാൻ ചായ കുടിക്കുന്നു. അപ്പം ഇത് മുദാരിയാണ്. അപ്പം അന ലാ അഷ്റബു ഷായ. ഞാൻ ചായ കുടിക്കുന്നില്ല, അല്ലെങ്കിൽ കുടിക്കാറില്ല എന്നുള്ള അർത്ഥത്തിലും പറയാം. ലഅബ്ന ഖുറത്തൽ ഖദം അൽ യൗം. ഞങ്ങളിന്ന് ഫുട്ബോൾ കളിച്ചു. മാ ലഅബ്ന ഖുറത്തൽ ഖദം അൽ യൗം. ഞങ്ങളിന്ന് ഫുട്ബോൾ കളിച്ചിട്ടില്ല. അബി യദ്ഹബു ഇല സൂഖി കുല്ല യൗം. എൻ്റെ ഉപ്പ സൂഖിലോട്ട് എല്ലാ ദിവസവും പോകാറുണ്ട്. അബി ലാ യദ്ഹബു ഇല സൂഖി കുല്ല യൗം. എൻ്റെ ഉപ്പ എല്ലാ ദിവസവും സൂഖിലോട്ട് പോകാറില്ല. ഉഖ്തി തദ്റുസു ബിൽ ജാമിഅ. എൻ്റെ സഹോദരി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഉഖ്തി ലാ തദ്റുസു ബിൽ ജാമിഅ. എൻ്റെ സഹോദരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നില്ല. മുദാരി ആയതുകൊണ്ട് നമ്മൾ ലാ എന്ന് ചേർക്കും. ഇത് അഹഫിദ്തി സൂറത്ത് നബഇ യാ മറിയമു. ഇത് ഫിഅൽ മാദിയാണ്. അഹഫിദ്തി. അപ്പം അമ ഹഫിദ്തി സൂറത്ത് നബഇ യാ മറിയം. നീ സൂറത്ത് നബ പഠിച്ചിട്ടില്ലേ ഓ മറിയം? അത് നഫിയായിട്ടുള്ള ചോദ്യമാണ്. പതിനൊന്നാമത്തെ തഅമ്മലിൽ അംസിലത ثم أجب عن الأسئلة الآتية مستعملا حرف الاستقبال. ഇനി ഹർഫ് ഇസ്തിഖ്ബാൽ ഉപയോഗിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ്. ثم أجب عن الأسئلة الآتية مستعملا حرف الاستقبال. طيب. سيرجع المدير غدا. سيرجع المدير غدا. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മുദീർ നാളെ തിരിച്ചു വരും എന്നാണ്.
അടുത്തത് സഅദ്ഹബു ഇലാ മക്കത ബഅദ ഉസ്ബൂഇൻ ഇൻഷാ അല്ലാഹ്. സഅദ്ഹബു ഇലാ മക്കത, ഞാൻ മക്കയിലോട്ട്, ബഅദ ഉസ്ബൂഇൻ, ഒരാഴ്ചയ്ക്ക് ശേഷം പോകും ഇൻഷാ അല്ലാഹ്. അദ്ഹബു ഇലൽ മൽഅബി കുല്ല മസാഇൻ, അദ്ഹബു ഇലൽ മൽഅബി കുല്ല മസാഇൻ, ഞാൻ മൽഅബിലോട്ട്, കളിക്കളത്തിലോട്ട് എല്ലാ വൈകുന്നേരം പോകും. സഅദ്ഹബു ഹാദൽ മസാ ഇലൽ മക്തബതി, ഞാൻ ഈ വൈകുന്നേരം ലൈബ്രറിയിലോട്ട് പോകും. ഇത് ഇസ്തിഖ്ബാലാണ്, ഹർഫ് ഇസ്തിഖ്ബാലാണ്. ഇനി മത യർജിഉ അബൂക മിൻ ബഗ്ദാദ യ അലിയു, എപ്പോഴാണ് നിന്റെ ഉപ്പ ബഗ്ദാദിൽ നിന്ന് തിരിച്ചു വരുന്നത്? അലി. സയർജിഉ ബഅദ ഉസ്ബൂഇൻ, ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വരും. തയ്യിബ്, ഇനി അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് ഇവിടെ. ഐന തദ്ഹബു ഹാദൽ മസാഅ, നീ എവിടെയാണ് ഈ വൈകുന്നേരം പോകുന്നത്? അപ്പോൾ ഉത്തരം ഇസ്തിഖ്ബാലോട് പറയണം, സഅദ്ഹബു ഹാദൽ മസാഅ ഇലൽ മക്തബ, ഞാൻ ഈ വൈകുന്നേരം ലൈബ്രറിയിലോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ലൈബ്രറിയിലോട്ട് പോകും. മത തക്തുബു റിസാലത ഇല ഉമ്മിക യാ യൂനുസു, എപ്പോഴാണ് എൻ്റെ ഉമ്മാക്ക് കത്തെഴുതുക ഓ യൂനുസ്? സഅക്തുബു ഗദൻ ഇൻഷാ അല്ലാഹ്, ഞാൻ നാളെ എഴുതാം ഇൻഷാ അല്ലാഹ്. മത തഗ്സിലു സയ്യാറത യാ വലദു, എപ്പോഴാണ് നീ വാഹനം കഴുകുക ഓ കുട്ടി? سأغسلها يعني غدا مثلا أو سأغسلها المساء، ഞാൻ വൈകുന്നേരം കഴുകാം. متى تذهب إلى الحلاق يا هشام, എപ്പോഴാണ് നീ ബാർബറിൻ്റെ അടുത്ത് പോകുന്നത്? سأذهب إليه بعد أسبوع, ഞാൻ ഹല്ലാഖിൻ്റെ അടുത്ത് ഒരു ആഴ്ചയ്ക്ക് ശേഷം പോകും. في أي محطة تنزل يا سيدي, നിങ്ങൾ ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് സാർ? സഅൻസിലു ഫിൽ മഹത്തത്തിൽ ഖാദിമ, ഞാൻ വരുന്ന സ്റ്റേഷനിൽ ഇറങ്ങാം. 12 ഇഖ്റ അൽ മിസാലൈനി ثم اكتب مصادر الافعال الاتيه على غرارها, ഇവിടെ മാദി മുതാരി മസ്ദർ കൊടുത്തിട്ടുണ്ട്. മസ്ദർ മാദി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, മുതാരി പ്രസന്റ്, മസ്ദർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇസ്മാണ്, അതിൻ്റെ നൗണാണ്. അപ്പോൾ അത് ഇതേപോലെ എഴുതാനാണ്. ദഖല യദ്ഖുലു ദുഖൂലുൻ, ഇത് പ്രവേശിക്കുക എന്ന അർത്ഥത്തിൽ. ഖറജ യഖ്റുജു ഖുറൂജുൻ, പുറത്തിറങ്ങുക. ജലസ യജ്ലിസു ജുലൂസുൻ, ഇരിക്കുക. നസല യൻസിലു നുസൂലുൻ, ഇറങ്ങുക. അതേപോലെ തന്നെ റക്കിബ യർക്കബു റുകൂബുൻ, കയറുക. സജദ യസ്ജുദു സുജൂദുൻ, സുജൂദ് ചെയ്യുക. റകഅ യർകഉ റുകൂഅ ചെയ്യുക. സഇദ യസ്അദു സുഊദ്, സുഊദ് എന്ന് പറഞ്ഞാലും കയറുക അല്ലെങ്കിൽ മുകളിലോട്ട് പോവുക എന്നൊക്കെയുള്ള അർത്ഥത്തിലോട്ട് വരും. യൻസിലുൻ്റെ അക്സാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് സൈദ. അപ്പോൾ ഇതെല്ലാം മസ്ദറുകൾ കുറേ ഫോർമാറ്റിൽ വരും. ഇത് ഫുഊൽ എന്നുള്ള ഫോർമാറ്റിലാണ്. ദുഖൂൽ, ഖുറൂജ്, റുകൂബ്, സുജൂദ് എന്നൊക്കെയുള്ള രീതിയിൽ വന്നുള്ളത്. 11 ഇഖ്റ അൽ ജുമൽ അൽ ആതിയ വഅയ്യിൻ അൽ മസാദിർ അൽ വാരിദത ഫീഹ, ഈ ജുംലകൾ വായിച്ചിട്ട് അതിലുള്ള മസ്ദറുകളെ സെലക്ട് ചെയ്യാനാണ്. ലിഹാദിഹിൽ ഹാഫിലത്തി ബാബാനി ഹാദാ ലിദ്ദുഖൂലി വദാക ലിൽഖുറൂജ്, ഈ ബസ്സിന് 2 വാതിലുകളുണ്ട്, ഇത് പ്രവേശിക്കാനും അത് പുറത്തിറങ്ങാനും. അപ്പോൾ ദുഖൂലും ഖുറൂജാണ് ഇതിൻ്റെ മസാദിറുകൾ. മാത റജുലു ബഅദ റുജൂഇഹി മിനൽ ഹജ്ജ്, ഒരാൾ അയാളുടെ ഹജ്ജിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മരിച്ചു. അപ്പോൾ റുജൂ എന്നുള്ള വാക്കാണ് ഇവിടുത്തെ മസ്ദർ. യദ്ഖുലു തുല്ലാബുൽ ഫസ്ല ഖബ്ല ദുഖൂലിൽ മുദർരിസി ബി5 ദഖായിഖ വയഖ്റുജൂന ബഅദ ഖുറൂജിഹി, വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിലോട്ട് അധ്യാപകൻ പ്രവേശിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് പ്രവേശിക്കുന്നു, അവർ പുറത്തിറങ്ങിയതിന് ശേഷം പുറത്തിറങ്ങുന്നു. അപ്പോൾ ഇവിടെ മസ്ദർ ദുഖൂലും പിന്നെ ഖുറൂജുമാണ്. ദുഖൂൽ പ്രവേശനം, ഖുറൂജ് പുറത്തിറങ്ങൽ. ഖാല ലന തബീബു അൽ ജുലൂസ് ഹുനാ മഅൽ മരീദ് മംനൂഉൻ, ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു ഇവിടെ രോഗിയുടെ കൂടെ ഇരിക്കൽ മംനൂആണ്, യാനി ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ജുലൂസ് എന്നുള്ള വാക്കാണ് മസ്ദർ. അസ്സുഊദു അലൽ ജബലി സഅബുൻ വന്നുസൂലു മിൻഹു സഹ്ലുൻ. അസ്സുഊദ് അൽ ജബൽ, മല കയറൽ
സഅബാണ്, യാനി ബുദ്ധിമുട്ടാണ്. വന്നസൂലു മിൻഹു സഹലുൻ, ഇറങ്ങൽ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ സുഊദും നുസൂലാണ് മസ്ദർ. വഹിബ് റുക്കൂബൽ ഖൈലി, എനിക്ക് കുതിരയോട്ടം ഇഷ്ടമാണ്. റുക്കൂബ് എന്നുള്ളത് ആണ് മസ്ദർ ഇവിടെ. ഏഴാമത്തേത് ഖാല ഹാമിദുൻ ലിബ്നിഹി യാസിറിൻ സഅദ്ഹബു ഇല സൂഖി ബഅദ റുജൂഇക മിനൽ മദ്രസതി. ഹാമിദ് അവൻ്റെ മകൻ യാസിറിനോട് പറഞ്ഞു, ഞാൻ സൂഖിലോട്ട് നീ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം പോകും. ഇവിടെ റുജൂ എന്നുള്ളതാണ് മസ്ദർ. 14 തഅമ്മലിൽ അംസില, ഈ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാനാണ്. സുമ അജ്മഅനിൽ അസിലത്തി മുസ്തഅമിലൻ അമ്മ, അമ്മ വെച്ച് ഇതിൻ്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ്. ഐന തസ്കുനൂൻ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഇഖ്വതി യസ്കുനൂന ഫി മഹാജിഇൽ ജാമിഅ, എൻ്റെ സഹോദരന്മാർ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലാണ് താമസിക്കുന്നത്. അമ്മ അന ഫസഅസ്കുനു മഅ ഖരീബിൻ ലി, ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അതഅരിഫുൽ ഇംഗ്ലീസിയത വൽ ഫറൻസിയത ജയ്ദൻ യാ ഹാമിദു, നിനക്ക് ഇംഗ്ലീഷ് ഭാഷയും ഫ്രഞ്ച് ഭാഷയും നല്ല രീതിയിൽ അറിയുമോ ഹാമിദ്? അമ്മൽ ഇംഗ്ലീസിയതു ഫഅരിഫുഹ ജയ്ദൻ വഅമ്മൽ ഫറൻസിയതു ഫദറസ്തുഹ ഖബ്ല സനവാതിൻ വലാകിന്നി നസീതുഹ അൽആൻ. ഇംഗ്ലീഷ് ഭാഷ അതെനിക്ക് നല്ല രീതിയിൽ അറിയാം, ഫ്രഞ്ച് ഭാഷ അത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനിപ്പോൾ അത് മറന്നുപോയി. ബികം ഹാദൽ കിതാബു വഹാദിൽ മജല്ലതു, എത്രക്കാണ് ഈ ബുക്കും ഈ മാസികയും? അമ്മൽ കിതാബു ഫഹുവ ബിഅശറതി റിയാലാത്തിൻ വഅമ്മൽ മജല്ലതു ഫഹിയ ബിസലാസതി റിയാലാത്തിൻ, പുസ്തകത്തിന് 10 റിയാലും മാസികക്ക് 3 റിയാലുമാണ്. അതേപോലെ ഐന അൽ മുസ്തഷ്ഫ വ ഐന മക്തബുൽ ബരീദ്, എവിടെയാണ് ഹോസ്പിറ്റൽ, എവിടെയാണ് പോസ്റ്റ് ഓഫീസ്? അമ്മ തയ്യിബ്, അപ്പോൾ ഇവിടെ അമാമ ദാക്കൽ മസ്ജിദി വ ഖരീബുൻ മിന സൂഖി, അപ്പോൾ നമ്മളിങ്ങനെ പറയും അമ്മൽ മുസ്തഷ്ഫ ഫഹുവ അമാമ ദാക്കൽ മസ്ജിദി. അമ്മൽ മുസ്തഷ്ഫ പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ ആസ് ഫോർ ദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ രീതിയിൽ ആശുപത്രിയാണെങ്കിൽ ആ പള്ളിയുടെ മുമ്പിലാണ്. വഅമ്മ മക്തബുൽ ബരീദി ഫഹുവ ഖരീബുൻ മിന സൂഖി, പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ അത് സൂഖിൻ്റെ അടുത്താണ്. ഫി ഐ കുല്ലിയത്തിൻ യദ്റുസു ഹാമിദുൻ വ ഉസ്മാനു, അപ്പം ആദ്യം ഹാമിദിനെ പറ്റി അമ്മ ഹാമിദുൻ ഫയദ്റുസു ഫി കുല്ലിയത്തി തിജാറ വ അമ്മ ഉസ്മാനു ഫഹുവ യദ്റുസു ഫി കുല്ലിയത്തി തിബ്ബി. അപ്പോൾ ഹാമിദാണെങ്കിൽ കുല്ലിയത്ത് തിജാറയിലാണ് പഠിക്കുന്നത്, ബിസിനസ് ഫാക്കൽറ്റിയിലാണ് പഠിക്കുന്നത്. ഉസ്മാൻ ആണെങ്കിൽ മെഡിസിൻ ഫാക്കൽറ്റിയിലാണ് പഠിക്കുന്നത്. ഐന ദഹബ അബൂക വ അഖൂക, നിന്റെ ഉപ്പയും സഹോദരനും എവിടെയാണ് പോയത്? അമ്മ അബി ഫദഹബ ഇലൽ മുസ്തൗസഫി വ അമ്മ അഖി ഫദഹബ ഇല സൈദലിയത്തി, എൻ്റെ ഉപ്പ ക്ലിനിക്കിലോട്ട് പോയി, എൻ്റെ സഹോദരൻ ഫാർമസിയിലോട്ട് പോയി. 15 തഅമ്മൽ അൽ അംസില അൽ ആതിയ, താഴെയുള്ള ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാനും. ജാഅ അഖി മിൻ മക്കത, ജാഅ അഖുൻ ലി മിൻ മക്കത എന്ന് വെച്ചാൽ ജാഅ അഹദു ഇഖ്വതി. ഇവിടെ ജാഅ അഖി മിൻ മക്കത പറഞ്ഞാൽ എൻ്റെ സഹോദരൻ മക്കയിൽ നിന്ന് തിരിച്ചു വന്നു. ജാഅ അഖുൻ ലി മിൻ മക്കത എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സഹോദരൻ മക്കയിൽ നിന്ന് തിരിച്ചു വന്നു എന്നല്ല, ജാഅ എന്ന് പറഞ്ഞാൽ വന്നു. ഓക്കെ, റജ അല്ല, ജാഅ ആണ്. അപ്പം എൻ്റെ സഹോദരൻ മക്കയിൽ നിന്ന് വന്നു, എൻ്റെ ഒരു സഹോദരൻ മക്കയിൽ നിന്ന് വന്നു. ഇവിടെ വ്യത്യാസം എന്താ പറഞ്ഞാൽ ഇവിടെ ജാഅ അഹദു ഇഖ്വതി എന്നാണ്. ഇവിടെ എൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഒരു സഹോദരൻ തിരിച്ചു വന്നു അല്ലെങ്കിൽ വന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തഅയീനാണ്, ഒരു എന്താ പറയുക, ഒരു സഹോദരൻ പ്രത്യേകിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എനിക്ക് മുഹമ്മദ് എന്നുള്ള സഹോദരനൊക്കെ ജാ അഖി മുഹമ്മദാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ തൊബാൻ എനിക്ക് ഒന്നിൽ കൂടുതൽ സഹോദരന്മാരുണ്ട്, അതിൽ ഒരു സഹോദരൻ എന്നുള്ള രീതിയിലാണ് അഖുല്ലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദഹബ്തു ലിസിയാറത്തി സദീഖി, എൻ്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ ഞാൻ പോയി. ഇവിടെ ദഹബ്തു ലിസിയാറത്തി സദീഖിൻ ലി, എൻ്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ ഞാൻ പോയി. അപ്പോൾ ലിസിയാറത്തി അഹദി അസ്ദിഖായി, എൻ്റെ സുഹൃത്തിൽപ്പെട്ട ഒരു സുഹൃത്തിനെ. അസ്കുനു മഅ ഖരീബി അസ്കുനു മഅ ഖരീബിൻ ലി, ഇത് പാഠത്തിൽ ഒന്നാണ്. ഞാൻ എൻ്റെ ബന്ധുവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇവിടെ ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു ബന്ധുവാണ് ഉദ്ദേശിക്കുന്നത്, ഖരീബിൻ ലി യാനി മഅ അഹദി അഖ്രിബായി, അതേ അർത്ഥമാണ്. അഹദ് അഖ്രിബായി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സഹോദരൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂടെ. ഈ പാഠത്തിലുള്ള അൽ കലിമാത്തുൽ ജദീദ കുറേ ഫിഅലുകളുണ്ട്. ദറസ യദ്റുസു, ദറസ പഠിച്ചു, യദ്റുസു പഠിക്കുന്നു.
സകന യസ്കുനു, സകന അവൻ താമസിച്ചു, യസ്കുനു അവൻ താമസിക്കുന്നു. ഷക്കറ യഷ്കുറു അവൻ നന്ദി പ്രകടിച്ചു, യഷ്കുറു അവൻ നന്ദി പ്രകടിക്കുന്നു. നസല യൻസിലു ഇറങ്ങുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇത് നസല മാദി, യൻസിലു മുദാരി. ബഹത യബ്ഹതു തിരയുന്നു. സഅദ യസ്അദു മുകളിലോട്ട് പോകുന്നു. അറഫ യഅരിഫു അറിയുന്നു. മാത യമൂതു മരിക്കുന്നു. നസീതു ഞാൻ മറന്നു. ഖരീബുൻ വൽ ജമു അഖ്രിബാഉ ബന്ധു. ഉൻവാനുൻ വൽ ജമു അനാവീനു അഡ്രസ്സ്. ബിതാഖത്തുൻ വൽ ജമു ബിതാഖാത്തുൻ. ബിതാഖ എന്ന് പറയുമ്പോൾ കാർഡ് എന്നുള്ള അർത്ഥത്തിലാണ് ബിതാഖ. മഹത്തത്തുൻ വൽ ജമു മഹത്താത്തുൻ സ്റ്റേഷൻ. സൗബുൻ വൽ ജമു സിയാബുൻ. സൗബ് എന്ന് പറഞ്ഞാൽ വസ്ത്രം, അല്ലെങ്കിൽ കന്തൂറ എന്നൊക്കെ ഇതിനൊക്കെ സൗബ് എന്ന്, അല്ലെങ്കിൽ ഡ്രസ്സ്, അതിനൊക്കെ സൗബ് എന്ന് ഉപയോഗിക്കും. റിസാലത്തുൻ വൽ ജമു റസായിലു ഇത് ലെറ്റർ, മെസ്സേജ് എന്നത് റിസാല എന്ന് പറയും. ഹല്ലാഖുൻ വൽ ജമു ഹല്ലാഖൂന ഇത് ബാർബറാണ് ഹല്ലാഖ് എന്ന് പറയുന്നത്. മുസ്തൗസഫ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്. സൈദലിയ ഫാമസി. അറുസ് എന്ന് പറഞ്ഞാൽ ചോറ്. ഖാദിമുൻ വരുന്നു. ഖൈലുൻ വൽ ജമു ഖുയൂൽ എന്ന് പറഞ്ഞാൽ കുതിര.